അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, നന്നാ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, സന്ധ്യയാവുമ്പോൾ കയറി വരും. പക്ഷെ ജീവിതത്തിൽ എത്ര കഠിനാധ്വാനം ചെയ്താലും ഒരു നീക്കിവാക്കി ഉണ്ടാകാനോ ഒരു ശേഷിപ്പ് കാണാനോ കഴിയുന്നില്ല. കടത്തിൻ്റെ മീതെ കടം, ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഇങ്ങനെ ഭാരപ്പെടുന്ന ഒരു കൂട്ടം ആളുകളോട് ഇന്ന് രാവിലെ ദൈവത്തിന് പറയാനുള്ളത് എന്താണ്? ഈ വീഡിയോ അവസാനം വരെ കേൾക്കുക. ഇതിനകത്ത് നിങ്ങളോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ആ ദൈവശബ്ദം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും, വഴിത്തിരിവായിരിക്കും, വലിയ മുന്നേറ്റമായിരിക്കും, നാളിതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ അനുഗ്രഹത്തിൻ്റെ തുടക്കമായിരിക്കും. അതുകൊണ്ട് ആധാരമായി ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് രാവിലെ തരാം. വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യകാല ശുശ്രൂഷയിൽ തൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന പത്രോസും ഉൾപ്പെടെയുള്ള ചില പ്രിയപ്പെട്ടവർ യേശു കർത്താവിനെ വിട്ട് മറ്റൊരു നിലയിലേക്ക്, മറ്റൊരു തലത്തിലേക്ക് അവർ വാങ്ങിപ്പോയി മീൻ പിടിക്കുന്ന ഒരു ഭാഗമാണ് കാണാൻ കഴിയുന്നത്. ഗന്നസദരി തടാകത്തിലെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് യേശുവിന് മുമ്പിൽ തിക്കും തിരക്കും കാട്ടി. ആ സമയത്ത് 2 പടക് കരയോട് അടുത്ത് കിടക്കുന്നത് യേശു കണ്ടു. അവയിൽ മീൻ പിടിക്കാൻ ഇറങ്ങി വന്നവർ വല കഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കൂടെ യേശു കർത്താവ് കാണുകയാണ്. എന്നാൽ ആ 2 പടകിൽ പത്രോസിന്റെ പടകിനെ നോക്കി യേശു കർത്താവ് ചോദിച്ച ഒരു ചോദ്യമാണ്: ആ പടകിൽ ഒന്നിന്മേൽ കയറാനുള്ള അനുവാദം എനിക്ക് തരുമോ? പത്രോസ് യേശുവിൻ്റെ മുമ്പിൽ തൻ്റെ പടക് വെച്ച് നീട്ടിക്കൊടുത്തു. യേശു ആ പടകിനെ കരയിൽ നിന്ന് അല്പം മാറ്റാൻ കൽപ്പിക്കുകയും അങ്ങനെ ആ പടകിൽ ഇരുന്നു കൊണ്ട് യേശു തൻ്റെ പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണാനന്തരം യേശു പത്രോസിനോട് പറയുകയാണ്: ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കുന്നതിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. ആ സമയത്ത് യേശു കർത്താവിനോട് പത്രോസ് പറഞ്ഞ ഒരു കാര്യം അല്ലെങ്കിൽ വാക്കാണ് നാം ഇന്ന് രാവിലെ കുറിവാക്യമായി എടുത്തിരിക്കുന്നത്. ശീമോൻ അല്ലെങ്കിൽ പത്രോസ് യേശുവിനോട് പറയുക: നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. സാധാരണ നിലയിൽ ഒരു മീൻ പിടിക്കാനായി കടന്നു പോകുന്ന ആളുകൾ, മുക്കവന്മാർ, അവർ രാത്രിയിലാണ് ബോട്ടുമായിട്ട് കടലിൽ പോകാറുള്ളത്. കാരണം രാത്രിയിലാണ് പല മീനും ആഹാരം തേടി വെള്ളത്തിൻ്റെ മുകളിലത്തെ നിരപ്പിലേക്ക് വരുന്നത് സാധിക്കാൻ ഇടയാകുന്നത്. വല കാണാൻ അവർക്ക് ആ സമയത്ത് വലിയ പ്രയാസമുള്ള സമയമാണ്. പകലത്തെ സൂര്യൻ്റെ പ്രകാശവും ചൂടും നിമിത്തം മീനുകൾ ഉൾക്കടലിലേക്ക് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോകുക പതിവുണ്ട്. എന്നാൽ സന്ധ്യയാകുമ്പോൾ വെള്ളം തണുക്കും. ആ തണുപ്പ് അനുഭവിച്ചറിഞ്ഞ് മീൻ പിന്നെയും വെള്ളത്തിൻ്റെ ജലനിരപ്പിലേക്ക് വരികയാണ്. അതുകൊണ്ട് മത്സ്യം പിടിക്കുന്ന ആളുകൾ രാത്രിയിലാണ് മത്സ്യബന്ധനത്തിന് സമയം അധികം ചെലവഴിക്കുന്നത്. ഈ പത്രോസും തൻ്റെ സ്നേഹിതന്മാരും പടക് എടുത്തുകൊണ്ട് വലയും എടുത്തുകൊണ്ട് രാത്രിയിലാണ് മീൻ പിടിക്കാൻ പോയത് എന്ന് ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രതീക്ഷയോടെയാണ് പടകിൽ കയറിയത്, പ്രതീക്ഷയോടെയാണ് വലയുമായി കടന്നുപോയത്. പക്ഷെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിരുന്നു അവരുടെ സാഹചര്യം. എന്തേ? രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും അവർക്കറിയാവുന്ന നിലയിൽ അവരുടെ പണിയെല്ലാം ചെയ്തിട്ടും ഒരു മീനെ പോലും അവരുടെ പടകിൽ കിട്ടിയില്ല. അന്ന് ജീവിക്കാനുള്ള മീൻ പോലും അവരുടെ കൈ കിട്ടിയില്ല. പകരം ശൂന്യമായ ഒരു വലയും ശൂന്യമായ ഒരു പടകുമാണ് അവർക്ക് ലഭിച്ചത്. ആ ശൂന്യമായ പടകുമായി, ശൂന്യമായ വലയുമായി കരയിലേക്ക് വരുന്ന പത്രോസിനെയും കൂട്ടരെയുമാണ് യേശു കണ്ടത്. ശൂന്യതയുള്ള പടക് കഴുകി ആ വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പത്രോസിനോട് യേശു ചോദിച്ച ചോദ്യത്തിന് പത്രോസ് അനുസരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് ഞാൻ പറയട്ടെ, ജീവിതത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടും
പകലന്തിയോളം കിടന്ന് കഷ്ടപ്പെട്ടു, അർദ്ധരാത്രി കിടന്ന് കഷ്ടപ്പെട്ടു, രാവും പകലും ഒരേപോലെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിൽ ഒരു തൃപ്തി പ്രാപിക്കാൻ പറ്റുന്നില്ലേ? ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകാൻ കഴിയുന്നില്ലേ? ഒത്തിരി കഠിനാധ്വാനം ചെയ്തിട്ടും ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ ശൂന്യതകളും ഞെരുക്കവും കഷ്ടവും മാത്രം നിന്റെ കൈമുതലായി മാറുമ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ വലിയ പ്രയാസത്തിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഒന്ന്, ഗതി പിടിക്കാൻ പറ്റുന്നില്ല. എവിടെയും ശൂന്യത, വീട്ടിൽ ശൂന്യത, മക്കളിൽ ശൂന്യത, കുടുംബജീവിതത്തിൽ ശൂന്യത, ജോലിയിൽ ശൂന്യത, സാമ്പത്തിക മേഖലയിൽ ശൂന്യത. നീ ആയിരിക്കുന്ന ഏത് തലത്തിലും രാജ്യത്തിലും ശൂന്യത അനുഭവിക്കുന്ന, നിറവ് അനുഭവിക്കാൻ കഴിയാതെ എവിടെയോ പരാജയം സംഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. പത്രോസിനെ പോലെ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ കരയുന്ന, വലയുന്ന ഒരു ജീവിതമായിരിക്കും നിന്റേത്. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, യേശുവിൻ്റെ വാക്കിന്റെ മുമ്പിൽ നിങ്ങൾ വലയിറക്കാനും, യേശുവിൻ്റെ വാക്കിനെ നിങ്ങൾ അനുസരിക്കാനും, യേശുവിൻ്റെ വാക്കിന് നിങ്ങൾ വിധേയപ്പെടുവാനും തയ്യാറാണെങ്കിൽ നഷ്ടങ്ങളെ ലാഭമാക്കുന്ന, ശൂന്യതകളെ നിറയ്ക്കുന്ന, പരാജയങ്ങളെ ജയമാക്കി മാറ്റുന്ന, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വാരിക്കോരിത്തന്ന് നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇവിടെ പത്രോസും കൂട്ടരും പ്രൊഫഷണലായി മീൻപിടുത്തത്തിന് അഗ്രഗണ്യന്മാരായിരുന്നു. പക്ഷേ അവരുടെ പ്രൊഫഷണൽ ഉപയോഗിച്ച്, അവരുടെ പരിചയവും ആ ആരോഗ്യവും ഒക്കെ ഉപയോഗിച്ച് രാത്രി മുഴുവനും അവർക്ക് കഴിയുന്ന നിലയിൽ അവർ മത്സ്യബന്ധനം നടത്തി. പക്ഷേ അവർക്ക് ലഭിച്ചില്ല. കഴിവ്, അധ്വാന ശക്തിയും ഉണ്ടായിരുന്നു, എന്നിട്ടും പരാജയമാണ് അവരുടെ മുമ്പിൽ വന്നത്. പത്രോസിന് കഴിവുണ്ടായിരുന്നു, പത്രോസിന് പാരമ്പര്യം ഉണ്ടായിരുന്നു, പത്രോസിന് അധ്വാന ശക്തി ഉണ്ടായിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ടും, കഴിവുപയോഗിച്ചിട്ടും, പാരമ്പര്യം ഉപയോഗിച്ചിട്ടും, അധ്വാനിക്കാനുള്ള കായിക ബലം ഉപയോഗിച്ചിട്ടും പത്രോസിന്റെ ജീവിതത്തിൽ ശൂന്യമായിരുന്നു. എന്നാൽ ഈ ഭാഗത്ത് നാം മനസ്സിലാക്കേണ്ട വിഷയം, മത്സ്യബന്ധനം മാത്രമല്ല, മനുഷ്യന്റെ പരാജയവും ദൈവത്തിലുള്ള ആശ്രയവുമാണ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. ശിമോൻ പത്രോസ് അവിടെ മത്സ്യബന്ധനം നടത്തുമ്പോൾ ഒന്നും കിട്ടിയില്ല എന്നുള്ള ഒരു സാധാരണ വാക്കിലല്ല ഇന്നത്തെ ദൂത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം പരാജയപ്പെടുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുമെന്ന്. പത്രോസിന്റെ ജീവിതത്തിൽ പത്രോസ് കഴിയുന്ന നിലയിൽ കായിക ബലം ഉപയോഗിച്ചു, പാരമ്പര്യം ഉപയോഗിച്ചു, അറിവ് ഉപയോഗിച്ചു. എന്നിട്ട് താൻ അവിടെ ഇവിടെ എല്ലാം വീശി, പക്ഷെ ഒന്നും കിട്ടിയില്ല. അപ്പൊ മാനുഷികമായി താൻ നോക്കിയതെല്ലാം തനിക്ക് നഷ്ടമായി. മാനുഷികമായി താൻ കഷ്ടപ്പെട്ടതെല്ലാം തനിക്ക് നിരാശയായി മാറി. എന്നാൽ അവസാനം ദൈവത്തിന്റെ ശബ്ദം, ഒന്നുകൂടെ പറഞ്ഞാൽ യേശുവിന്റെ ശബ്ദം കേൾക്കുവാൻ പത്രോസ് റെഡിയായപ്പോൾ, ആ ഒറ്റ വാക്കിന്റെ മുമ്പിൽ താൻ തന്നെ തന്നെ സമർപ്പിക്കപ്പെട്ടപ്പോൾ, തൻ്റെ ജീവിതത്തിൽ അളക്കാൻ കഴിയാത്ത, ആ പടകില് ഉൾക്കൊള്ളാൻ കഴിയാത്ത, ആ വലയിൽ നിറഞ്ഞ് കവിഞ്ഞ ഒരു അനുഗ്രഹം പത്രോസിന്റെ ജീവിതത്തിൽ യേശു കർത്താവ് കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ദൈവത്തെ കൂടാതെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. ദൈവമില്ലാത്ത ഒരു പടക്, ദൈവമില്ലാത്ത ജോലി, ദൈവമില്ലാത്ത വിദ്യാഭ്യാസം, ദൈവമില്ലാത്ത കുടുംബജീവിതം, ദൈവമില്ലാത്ത ഫ്യൂച്ചർ ഒന്നും നമുക്കുണ്ടാകരുത്. ദൈവത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഏതൊരു കാര്യവും നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടാനും ദൈവസന്നിധിയിൽ വിധേയപ്പെടാനും നീ തയ്യാറാണെങ്കിൽ, ഏതൊഴിഞ്ഞ പടകിനെയും നിറച്ച് അഭിവൃദ്ധിയോടുകൂടെ പുറത്തു കൊണ്ടുവന്ന് അനുഗ്രഹങ്ങൾ നൽകി നിന്നെ മാനിക്കാൻ, നിങ്ങളുടെ കുടുംബത്തെ മാനിക്കാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മാനിക്കാൻ ദൈവത്തിന് കഴിയും എന്നുള്ള കാര്യം ഞാൻ ആത്മനിറവിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് 121 സങ്കീർത്തനത്തിലെ 1 വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ അധ്വാനിക്കുന്ന വൃഥ അധ്വാനിക്കും, അല്ലെങ്കിൽ വ്യർത്ഥമായി തീരും. ദൈവം ഒരു പട്ടണം കാക്കണം, ദൈവം ഒരു വീട് പണിയണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, 121 സങ്കീർത്തനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, ദൈവം അത് ചെയ്യുന്നില്ലെങ്കിൽ, പട്ടണം ദൈവം കാക്കുന്നില്ലെങ്കിൽ, ദൈവം വീട് പണിയുന്നില്ലെങ്കിൽ അത് വൃഥാവാണ്, വ്യർത്ഥ അധ്വാനിക്കേണ്ടി വരും. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും ദൈവമായിട്ട് ചേർന്ന് നിന്ന്, ഏതൊരു സാഹചര്യത്തിലും ദൈവത്തിന് മുൻസ്ഥാനം കൊടുത്ത് നിങ്ങൾ ആ കാര്യം ഒന്ന് തുടങ്ങി നോക്കിക്കേ.
ആ ജോലിക്ക് പോകുമ്പോൾ, വിവാഹം കഴിക്കാൻ പോകുമ്പോൾ, വീട് വെക്കാൻ പോകുമ്പോൾ, വാഹനം വാങ്ങിക്കാൻ പോകുമ്പോൾ, കൊച്ചുങ്ങളെ പഠിക്കാൻ അയക്കുമ്പോൾ, കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ സർവമാനവും മഹത്വവും ദൈവത്തിന് അങ്ങോട്ട് കൊടുത്തേ. അതുകൊണ്ടാണ് 121 സങ്കീർത്തനത്തിൽ പറയുന്നത് യഹോവ വീട് പണിയണമെന്ന്. യഹോവ പട്ടണം കാക്കണം. അപ്പൊ പട്ടണവും വീടും കാക്കേണ്ടതും പണിയേണ്ടതും ദൈവമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന എല്ലാ മേഖലകളിലും ദൈവത്തിന് മുൻസ്ഥാനം കൊടുത്ത് ദൈവത്തിൽ ആശ്രയിച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. വേദപുസ്തകത്തിനകത്തെ ഈ യെശയ്യാവിന്റെ പുസ്തകം 41 അധ്യായം 10 വാക്യത്തില് ദൈവത്തിൽ ആശ്രയിച്ചാലുള്ള റിസൾട്ട് കിടപ്പുണ്ട്. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, ഭയം മാറും എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, നിങ്ങളോട് കൂടെയുണ്ട് എന്നവിടെ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഭയം മാറും. ഇന്ന് നിങ്ങൾ ഭയക്കുന്ന ചില വിഷയമില്ലേ? മക്കളുടെ ഭാവി ഓർത്ത് ഭയക്കുന്ന ചിലരുണ്ട്. ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ചില പ്രതിസന്ധികൾ, ഡോക്ടർമാരുടെ റിപ്പോർട്ടുകൾ, ചില ലാബിൽ പരിശോധിച്ച ബ്ലഡിൻ്റെയും മറ്റു പലതിൻ്റെയും റിപ്പോർട്ടുകൾ, നാളെ എന്താകും, ഞാൻ രോഗിയാകുമോ, ഞാൻ കഷ്ടപ്പെടേണ്ടി വരുമോ, ഞാൻ തകർന്നു പോകുമോ, ഞാൻ കിടക്കയോട് പറ്റുമോ എന്ന വിഷയത്തിൽ ഭയപ്പെടുന്ന ചില വിഷയങ്ങളില്ലേ? മക്കളെ ഓർത്ത്, അവരുടെ ഭാവി ഓർത്ത് ഭയപ്പെടുന്നില്ലേ? ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകാൻ കഴിയുമോ, ആമേൻ, നന്മ പ്രാപിക്കാൻ പറ്റുമോ എന്ന വിഷയത്തിൽ ഭയം അനുഭവിക്കുന്നില്ലേ? ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി. യെശയ്യാവ് 41:10 എടുത്ത് വായിക്ക്. അവിടെ ദൈവം നിങ്ങളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട. ദൈവം നിങ്ങളോട് ഇന്ന് രാവിലെ പറയുകയാണ്. പകരം എന്ത് ചെയ്യണം? ആമേൻ, ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അധ്വാനിച്ചിട്ട്, നിങ്ങൾ ജോലി ചെയ്തിട്ട്, നിങ്ങൾ വീടും നാടും കൂടും വിട്ട് മറ്റ് രാജ്യത്ത് പോയിട്ട് പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം ഉയരാൻ കഴിയുന്നില്ലായിരിക്കും. നിങ്ങൾ ഇവിടുന്ന് ന്യൂസിലാൻഡിലും അമേരിക്കയിലും അല്ലെങ്കിൽ UK-യിലും കാനഡയിലും ഒക്കെ നിങ്ങൾ പോയത് വലിയ പ്രതീക്ഷയോടും സ്വപ്നത്തോടും കൂടെ ആയിരിക്കും. എൻ്റെ കുടുംബത്തെ നോക്കണം, എൻ്റെ പേരൻസിനെ നോക്കണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകണം, ഞങ്ങളുടെ ഇന്നത്തെ ഈ അവസ്ഥ മാറണം. ഇതിനൊക്കെയാണ് നിങ്ങൾ കരഞ്ഞും വിളിച്ചും പ്രാർത്ഥിച്ചും ദൈവദാസന്മാരെയും കൊണ്ട് പ്രാർത്ഥിച്ച് നിങ്ങളെ കഴിഞ്ഞിരുത്തി പഠിച്ച് റിസൾട്ടൊക്കെ ഉണ്ടാക്കി പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോണക്കൊന്നും ഉയരാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, ഒരു ജോലി നന്നായിട്ട് കിട്ടുന്നില്ല, ഒരു വീട് താമസത്തിന് കിട്ടുന്നില്ല, ഒരു വകയ്ക്കും ഒരു പ്രയോജനമില്ലാത്ത നിലയിൽ നിങ്ങളെ കിടന്ന് ഇങ്ങനെ ഒരു കിളി കൂടിനകത്ത് കിടക്കുന്ന പോലെ കിടന്ന് വട്ടം കറങ്ങുകയാണ്. ഇവിടെ ആണെങ്കിൽ 10 പേരോട് സംസാരിക്കാം, 10 പേരോട് പറയാം. അവിടെ ചെന്ന് നിനക്ക് ആരോട് പറയാൻ പോലുമില്ല, വഴിയിൽ പോലും ഒരു മനുഷ്യനെ കാണാനില്ല. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ അനുഭവിച്ച് ആ 4 ചുവരിനകത്ത് ബന്ധിക്കപ്പെട്ട് അടയ്ക്കപ്പെട്ട് കിടക്കുകയായിരിക്കും. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഭാവിയെയും ബാലനിസ്സഹായ കട നിൽക്കുന്ന വിഷയത്തെയൊക്കെ ഓർത്ത് നിങ്ങൾ ഭയക്കുകയാണ്. അധ്വാനിച്ചിട്ടും നിങ്ങൾ ജോലി ചെയ്തിട്ടും ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒരുമിച്ച് പണിതിട്ടും ജീവിതത്തിൽ ആ കടമൊന്നും മാറുന്നില്ലേ? ആ ബാങ്ക് ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല, ബ്ലേഡുകാരെ വിടാൻ പറ്റുന്നില്ല, ഒരു വീട് വെക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല. എത്ര അധ്വാനിച്ചിട്ടും ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാതെ ഭയപ്പെട്ട് ഇപ്പൊ ഉള്ളിൽ ഭയം മാത്രമാണ് നിങ്ങളെ അലട്ടുന്നതെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോടും ദൈവകൃപയോടും ഞാൻ പറയാം, യേശു നിങ്ങളുടെ പടകിൽ ഒന്ന് കയറിയാൽ മതി. പത്രോസിന്റെ പടക് അങ്ങനെ തകർന്നൊരു പടകാ, പക്ഷെ ആ പടകിൽ യേശു കയറി. ആ ഭാഗത്ത് നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, വല കീറുമാർ അവനെ ദൈവം അനുഗ്രഹിച്ചു. വല കീറുമാർ, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചാൽ വല കീറുമാർ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സഹോദര പടകൂടെ നിറയത്തക്ക നിലയിൽ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ അനുഗ്രഹം 2 നിലയിലാണ്. അത് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. 1, ദൈവത്തിൽ നിങ്ങൾ ആശ്രയിച്ച് യേശു നിങ്ങളുടെ പടകിനകത്തുണ്ടെങ്കിൽ 1, നിങ്ങളുടെ വല കീറുമാറ് അനുഗ്രഹിക്കും. കീറത്തില്ല, കീറുമാറ് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധിയോടുകൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. മറ്റൊന്ന്, ഇവിടെ നമ്മൾ കാണുന്നു സഹോദര പടകും കൂടെ നിറഞ്ഞു എന്ന്. അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചാൽ നിങ്ങളെ മാത്രമല്ല, നിന്റെ സിസ്റ്ററിനെയും നിന്റെ ബ്രദറിനെയും നിന്റെ സഹോദരങ്ങളെയും ഒക്കെ നീ വഴി നിങ്ങളുടെ ജോലി കൊണ്ട്, നിങ്ങളുടെ അഭിവൃദ്ധി കൊണ്ട്, നിങ്ങളുടെ ശമ്പളം കൊണ്ട് അവരും കൂടെ നിറയത്തക്ക നിലയിലുള്ള അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരും.
അപ്പൊ 2 അനുഗ്രഹങ്ങൾ ഞാൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ ദൂത് പറഞ്ഞ് നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളുടെ തലയിൽ കൈവച്ച് പറയുന്നത് പോലെ ഈ ദൂത് ഏറ്റെടുക്കുക. ആത്മാവ് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് പറയുകയാ, നിങ്ങളെ എങ്ങനെ അനുഗ്രഹിക്കും? അഭിവൃദ്ധിയോടുകൂടെ നിറഞ്ഞ അനുഭവത്തിൽ അനുഗ്രഹിക്കും. 2, സഹോദര കുടുംബങ്ങൾക്കൂടെ അനുഗ്രഹമാകത്തക്ക നിലയിൽ നിങ്ങളെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. അതുകൊണ്ട് 41 യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 10 വാക്യത്തിൽ പറയുക, ഭയപ്പെടേണ്ട, ദൈവം ചെങ്കടലിനെ തുറന്നെങ്കിൽ, ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടെങ്കിൽ, മുമ്പോട്ട് പോകാൻ പറ്റാതെ നിന്ന ചെങ്കടലിനകത്ത് ചെങ്കൽ പാത ഒരുക്കി ജനത്തെ അക്കരെ കയറ്റിയെങ്കിൽ, ഒരു കുഞ്ഞുപോലും വഴുതി വെള്ളത്തിൽ വീണ് ചത്തുപോകാതെ മൃഗസമ്പത്ത് ഉൾപ്പെടെ ദൈവം അക്കരെ കയറ്റിയിട്ട് ശത്രുവിനെ ആ നദിയിൽ മുക്കിക്കൊന്നെങ്കിൽ, ആ ജലത്തിനകത്ത് ശത്രു തീർന്നു പോയെങ്കിൽ, നിങ്ങൾക്കെതിരെ നിങ്ങളുടെ നന്മയെ അപകരിക്കാൻ, കൊള്ളയിടാൻ, പിടിച്ചുകൊണ്ടു പോകുവാൻ വരുന്ന ഏതൊരു ശക്തിയെയും നശിപ്പിക്കുവാൻ, അതിനെ തകർക്കാൻ ദൈവം നിങ്ങളുടെ മേൽ അഭിഷേകം ഇട്ടിട്ട് ഇന്നു മുതൽ നിങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ തിന്നും. നിങ്ങളുടെ നന്മ ആരും എടുത്തുകൊണ്ട് പോകത്തില്ല. നീതിമാന്റെ സന്തതി അപ്പം ഇരക്കുന്നത് കണ്ടിട്ടില്ല, നേരുള്ളവരുടെ തലമുറ മുടിഞ്ഞു പോയിട്ടില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ നേരുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നീ ദൈവസന്നിധി നീതിമാനാണെങ്കിൽ, നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും അഭിവൃദ്ധി കൂന കൂടി കിടക്കും. അഭിവൃദ്ധിയോടുകൂടെ നിങ്ങളുടെ പടക് നിറയും. നിന്ദിച്ചവരുടെ മുമ്പിൽ, നിങ്ങളെ പരിഹസിച്ചവരുടെ മുമ്പിൽ, ഒന്നും ആയില്ലേ, ജോലി ഒന്നും ആയില്ലേ, ശമ്പളം ഒന്നും ആയില്ലേ എന്ന് ചോദിച്ച് നിങ്ങളെ കുത്തിയവരുടെ മുമ്പിൽ ദൈവത്തിന്റെ ആത്മാ പറയുകയാണ്, നിറവോടുകൂടെ. എങ്ങനെ? പത്രോസിന്റെ പടകിനെ നിറച്ചെടുത്തതുപോലെ നിങ്ങളെയും നിറവോടുകൂടെ ദൈവം ആദരിക്കും, മാനിക്കും. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ സന്ദേശം ഇന്നത്തെ നിർത്താം. യേശു നിങ്ങളുടെ പടകിൽ കയറണം. പത്രോസിന്റെ പടകിൽ യേശു ഇല്ലാതിരുന്നപ്പോൾ ശൂന്യത വന്നെങ്കിൽ, യേശു ആ പടകിൽ കയറിയപ്പോൾ പടകിന്റെ വലതുവശത്ത് ദൈവം മീനെ കൽപ്പിച്ചാക്കിയതുപോലെ നിങ്ങൾക്ക് വേണ്ടി ചിലതിനെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ പടകിൽ വരും, നിങ്ങളുടെ വീട്ടിൽ വരും, നിങ്ങളുടെ പേഴ്സിൽ വരും, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ, നിന്റെ ഭർത്താവിൽ അത് വെളിപ്പെടും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അധ്വാനിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും ജോലി ചെയ്തിട്ടും ഗതി പിടിക്കാത്ത ആളുകളോട് ഞാൻ പറയാം, നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ നന്ദിയുള്ള ഹൃദയത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾക്കായി സ്തോത്രം. ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ട ഈ മക്കളെ അനുഗ്രഹിക്കണേ. ഇവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണേ, അഭിവൃദ്ധി കൊടുക്കണേ. ഇവരുടെ പടകും സഹോദര പടകും കൂടെ നിറയത്തക്ക നിലയിൽ, ഇവരുടെ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകത്തക്ക നിലയിൽ വലിയ നേട്ടങ്ങളും അനുഗ്രഹങ്ങളും നൽകിക്കൊടുത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം മാനിക്കണേ, ആദരിക്കണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതേപോണക്കുള്ളൊരു വിഷയത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഈ മെസ്സേജിന്റെ താഴെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയം എഴുതിയിടുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഗ്രേസ് ടിവിയുടെ പ്രവർത്തനങ്ങളെ ഓർക്കുക, പ്രാർത്ഥിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാളെ ഇതേ സമയം മറ്റൊരു ദൂതുമായി നമുക്ക് വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.